ഹായ്, രാവിലത്തെ എക്സസൈസും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓട്ടമെല്ലാം കഴിഞ്ഞ് ഇതാ വന്നിട്ടേ ഉള്ളേ. നോക്കെ വേർത്ത് വിളിച്ചിട്ട് അതിനിടെ പാവം നമ്മളെ മമ്മി മക്കളെയൊക്കെ യാത്ര അയച്ച് ഇതാ ക്ഷീണം പിടിച്ചിരിക്കുന്നത്. രാവിലെ എണീച്ച് ഭക്ഷണമാക്കി ഉച്ചക്കത്തുള്ള ചോറാക്കി മക്കളെ കുളിപ്പിച്ച് മാറ്റിച്ച് യാത്ര അയച്ച് പാവം എൻ്റെ ഭാര്യ ഇരിക്കുന്ന ഇരിപ്പോക്കേട്ടെ തളർന്നു പോയ മമ്മി. ഇനി ഇതാ അടുത്ത ആളെ കൂടി ഇന്ന് ചുമ്മാ അച്ഛനിന്ന് സ്കൂളല്ല, അച്ചോട്ടിന്റെ ലീവായോണ്ട് മമ്മിക്ക് അച്ചോട്ടിനെ മാറ്റിച്ചുകൊണ്ട് ആവശ്യമില്ല. മറ്റേ രണ്ടാളെയും മാറ്റിച്ച് വിട്ട് പാവം എൻ്റെ മോള് ഭയങ്കര കഷ്ടപ്പാടാണ് സുധി. രാവിലെ നിനക്ക് എനക്കെന്റെ ബോഡി എക്സസൈസ് നോക്കണ്ടേ. പക്ഷെ ഞാൻ ഇവളോട് അറിയൂ, എടി ഞാൻ രാവിലെ എണിച്ച് എക്സസൈസ് കൊണ്ട് എനക്കറിയോ, നീ രാവിലെ എണിച്ച് മക്കള് പിടിക്കലും ചാടിക്കലും അടുക്കളപ്പണികളിൽ എടുക്കുന്നുണ്ട് നിനക്കറിയോ. എന്റെ അടുക്കളപ്പണി നിന്റെ എക്സസൈസ്, രാവിലെ എണിച്ച് ഓടലും വ്യായാമവും എന്റെ എക്സസൈസ്. അപ്പൊ കറക്റ്റ് ആയില്ലേ? അടുക്കള കയറും എന്തെങ്കിലും പണിയാക്കിട്ട് മൊത്തം അലങ്കോലാക്കിട്ട് പോകും. ആ സഹായിക്കല് പിന്നെ അങ്ങനെയല്ലേപ്പാ. ഫുഡ് രസം ഉണ്ടാകും മിക്സ് ആക്കിയിട്ട് നമ്മള് ജന്മത്തില് വിചാരിക്കാത്ത സാധനങ്ങളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ടോ. എനക്ക് അങ്ങനെ ചെറിയ കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷെങ്കിലും സത്യത്തിലൊന്നും ആക്കാറില്ല. പക്ഷെ ആക്കുമ്പോ എന്തെല്ലാം ഇട്ടിട്ട് ആക്കൂ. അങ്ങനെ സഹായിക്കലുണ്ട് ഇപ്പൊ അത്യാവശ്യം. കഴുകേണ്ട ബാത്റൂം മാറ്റില്ല ഞാൻ പരിപാടി തിന്നാലാക്കിയല്ലേ കഴുകേണ്ട പാത്രം നിൽക്കട്ടെ. പച്ചക്കറി വേസ്റ്റ് കംപ്ലീറ്റ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം എവിടെയാ കൊണ്ടുവരേണ്ടത് നിനക്കറിയാം, നിനക്കെല്ലാം അറിയാം. പച്ചക്കറി വേസ്റ്റ് എവിടെ ഉണ്ട്, മറ്റേ പ്ലേറ്റ് എവിടെയാ വെക്കണ്ടേ, എങ്ങനെ പാത്രം കഴുകണ്ടല്ലോ നിനക്കെല്ലാം അറിയാം. കണ്ട ഇതുകൊണ്ട് മോക്കെന്തെല്ലാം അറിയാം അടുക്കളയിൽ ഒന്ന് പറഞ്ഞാട്ടെ. അലക്കാൻ അറിയാവോ, കറി വെക്കാൻ അറിയാ, ചോറാക്കാൻ അറിയാ, ചായ ആക്കാൻ അറിയാ. ഇതൊന്നും അറിയില്ല, എന്നിട്ട് വലിയ ഡയലോഗ് എല്ലാം അറിയാതെ ഒന്നും അറിയാണ്ട് വന്നിന് കുട്ടിച്ചാത്ത മുടിയും പറിച്ചിട്ടിട്ട് ചായ ആക്കാൻ അറിയാവോ. അന്ന് ഇന്ന് പപ്പക്ക് ചായ മോളാന്നേ മമ്മി, വെറുതെ എപ്പോഴും പാല് തന്നു മതി. പാലൊന്നും അല്ല ചായ ഒന്നും കുടിക്കാറില്ല, അതൊന്നും അറിയാത്ത നമ്മള് പാല് മാത്രമേ കുടിക്കൂ. പാലും വെള്ളം പാല് പാത്രത്തെടുത്ത് കുടിക്കല്ലേ വേണ്ടു, ചൂടാക്കോ ചൂടാക്കി. മറ്റേ പച്ചപ്പാലുണ്ടല്ലോ മിൽമ പാലെല്ലാം പാക്കറ്റ് വെച്ചാ കട്ടു കുടിക്കൂ. ഇവക്കു ഇവളെ ഏച്ചിക്കു ഓനോ കുടിക്കുവാ. ഓനിപ്പോ ഉണ്ട് തുടങ്ങി. 3 മക്കളെയും പരിപാടിയാന്ന്. തിളപ്പിച്ച പാല് കുടിക്കൂല അല്ലെ, ഈ പാക്കറ്റ് പാല് ഉണ്ടെന്നാലും അങ്ങനെ തന്നെ പച്ചക്കെടുത്ത് കുടിക്കുക. അന്നേരം മധുരമില്ല നമ്മളെ എന്നിട്ട് ഐസാക്കിട്ട് തിന്നു. എന്ത് രസാമ മധുരം ഇടാണ്ട്. ഇതാ ഇവക്കും ആ പഠിപ്പുണ്ട്. നീ എങ്ങനെയാ പാല് കുടിക്കല്? രാത്രി ആകുമ്പോണ്ടല്ല പാല് ഒരു പഞ്ചസാര ഇടില്ല, കട്ടിപ്പാല് ഒരു 1/2 ഗ്ലാസ് 1/2 ഗ്ലാസ് എടുത്ത് കുടിക്കുമ്പോണ്ടല്ല മറ്റേ ഈ പാമ്പേനെ എടുക്കുമ്പോ ശല്യം ചെയ്യാൻ പാടില്ല. അതുപോലെ ഞാൻ പോയി മുട്ടി വിളിച്ചാലും തരാം എന്നൊക്കെ ഈ പാല് പിടിച്ചെടുക്കട്ടെ അവന്റെ. ഓ കണ്ണും ചിമ്മി ഒരു കുടിയുണ്ട്. എന്നാ അതിന്റെ ടേസ്റ്റ് ഞാൻ ഒരിക്കൽ കുടിച്ചു നോക്കിയേ. നിനക്ക് പച്ചപ്പാലിൽ എന്ത് പോകണം, കുറച്ച് മതിട്ടാലേ ഉണ്ടാവുള്ളൂ. ഞാൻ ദോശക്ക് അതാ കുടിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പാലെടുത്ത് കുടിച്ച് മധുരമൊന്നും ഇല്ലാത്തോണ്ട് തന്നെ വെച്ചിട്ട് പോയി. ആ മധുരമായിട്ട് പാലുടി. എന്നാ അതിന്റെ രസം ചെറുതിലേ എങ്ങനെ ശീലിച്ച. പക്ഷേ പാക്കറ്റ് പാൽ അങ്ങനെ കുടിക്കൂലല്ലേ. അമ്മ പാല് ചായക്കെല്ലാം എടുത്തിട്ട് ബാക്കി പാലുണ്ടാവല്ലോ, അത് രാത്രി ആകുമ്പോ എനക്കും അനിയനും തരും. അപ്പൊ ഞാൻ എന്താക്കും, അനക്ക് കുറച്ച് എന്തായാലും സീനിയോറിറ്റി വെക്കാന്നല്ല. ഏച്ചി അനിയന് പാല് കുറച്ച് കൊടുക്കൂ, അധികമുള്ള പാല് നീ അടിച്ചു കുടിക്കും. അന്നേരം മധുരമില്ലാണ്ട് കുടിക്കലല്ലേ, അന്നേ ശീലിച്ച പഠിപ്പാ. പക്ഷെ ഇവക്ക് മധുരമില്ലാത്ത പാലാകലും ഏറ്റവും ഇഷ്ടം സൊസൈറ്റി പാലല്ലേ. മറ്റേ മിൽമ പാലിനാ രുചിയില്ലല്ല. ഇവളാന്ന് പാലിന്റെ രുചി ആദ്യമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനക്ക് സത്യം പറഞ്ഞാൽ എല്ലാ പാലും ഒരുപോലെ. ഇവിടെ പറയാ മിൽമ പാല് കുടിക്കുമ്പോ അല്ല രസം, സൊസൈറ്റി പാല് കുടിക്കുമ്പോ രസം അല്ലേ മമ്മി? എന്നാ അതിന്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാവുക? ആ ചോയൽ തിരിയൂ. ഒരുപാട് പഠിക്കാനിരിക്കുന്നു. ഞാൻ എല്ലാം അടിച്ചു കയറ്റും, നമുക്ക് ഒന്നും വിഷയമില്ല. പാല് വേണ്ടിക്ക് പാല്, കാപ്പി വേണ്ടിക്ക് കാപ്പി. ഇവക്ക് ചില സ്ഥലത്തെല്ലാം പോയി പറയും, ആ വിരുന്ന് എല്ലാം പോയി കഴിഞ്ഞാൽ പറയും ഞാൻ ചായ കുടിക്കാറില്ല കാപ്പിയാ കുടിക്കാറ്. ഞാനക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തെന്ന് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാല് അവരെ സൗകര്യത്തിലാരും ഒരുമിച്ചൊക്കെ ഭാഗമായി കുടിക്കുമല്ലാണ്ട് അങ്ങനത്തെ കുറച്ച് വൃത്തിയുടെ സ്വഭാവം. അതിനെന്താണ് വിരുന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആടെ നിന്റെ ശീലങ്ങൾ വേണം. ഒന്ന് ചായ കുടിച്ചാൽ ഇപ്പോ എന്നാന്ന് കുടിച്ചാവുന്ന കുടിക്കാൻ പറ്റൂലേ. കുറച്ച് കുടിച്ചിട്ട് അവിടെ വെക്കുക അല്ല വേണ്ടേ അമ്മ. അപ്പൊ ഇവർക്കെല്ലാം ഇങ്ങനെ സാധിക്കും, അനക്കൊന്നും ആവില്ലേ.
ഞാനല്ല ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്, ഇഷ്ടമാണോ ഇഷ്ടമല്ലോ ഒന്നുമില്ല. അവരെ വെറുപ്പിക്കാണ്ട് അല്ല അവരെ മുഷിപ്പിക്കാണ്ട് വേഗം കഴിക്കാന്നുള്ളത് നമ്മളെ പോളിസി. ഇവക്കല്ലോ അവരവരുടെ ഈഗോസ്, അവരവരുടെ രുചിക്രമം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല എനിക്ക്. വെറും ചാടിയാണ്. വേണ്ട, അയ്യോ. മമ്മിക്ക് വെറും ചാട ഇല്ല, മമ്മിക്ക് വെറും ചാടിയത്. ഇന്ന് മമ്മീനെ പൊളിച്ചടിക്കും പപ്പ. ഇനി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കില്ല, കാപ്പി വേണമെന്ന് പറഞ്ഞേക്കണം, ആടുന്ന് തരുന്ന കുടിച്ചേക്കണോ. ഇല്ല, എനിക്കൊന്നും കാണുന്നില്ല. എന്നാലും ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനെ ആവണ്ടേ. വെള്ളം കുടിച്ചാലും മതി. വെറും പഴഞ്ചൻ അള്ളി മൈൻഡ്, പഴഞ്ചൻ മൈൻഡ് അല്ലേ അച്ചു? പഴഞ്ചൻ മൈൻഡ് അല്ലേ ഇത്? കണ്ട അമ്മേന്റെ സ്വന്തം ആള്, അമ്മേനെ കുറ്റം പറയുമ്പോ ഒന്നും മിണ്ടൂല. ആരുടെയും വീട്ടിലേക്കൊന്നും പോക്കില്ല കേട്ടാ. വല്ലപ്പോഴും വർഷത്തിലൊരിക്കലും പോയാലേ. ബന്ധുവീട്ടെല്ലാം പോയിട്ട് അല്ലെ, ബന്ധുവീട്ടെല്ലാം പോയിട്ട് നമ്മൾ പോകുമ്പോ അവർക്ക് ചായയാക്കല് പിടിക്കൽ ഒരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാനും പറയുകയാണ്, വെറുതെ അങ്ങനെല്ലാം പോകുമ്പോ അവര് എവിടെയെങ്കിലും പോകാൻ വേണ്ടി തിരക്കിട്ടിരിക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് നമ്മള് കയറി ചെന്നിട്ട് ബുദ്ധിമുട്ടാക്കണമല്ലോ. ഞാൻ മാക്സിമം എവിടെയും പോക്കില്ല, പോയാൽ തന്നെ വേഗം ഒന്ന് കയറും, അപ്പടേയും കറങ്ങും. എന്നാലും പോയ കൊറേ വർഷങ്ങളായിട്ടുണ്ട് നമ്മളെവിടെയെങ്കിലും പോയിട്ട്. വല്ല ഫംഗ്ഷനും എല്ലാരെയും കാണുമ്പോ ആ കാണണല്ലോ അല്ലെ. അല്ലാണ്ട് ബന്ധുവീട്ടില് പോക്ക് കുറവാന്ന്. നമ്മൾ ബിസിയാണ്, ഷോപ്പില് കാര്യങ്ങള്, പിന്നെ വീട്ടിലെ കാര്യങ്ങള്, മക്കളെ കാര്യങ്ങൾ എല്ലാം കൊണ്ട് ബിസിയാണ്ട് എവിടെയും പോക്കില്ല. എല്ലാരായിട്ടും നല്ല ലോകിയോ അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്, അത് കണ്ടീഷൻ അങ്ങ് വന്നു, അത്രേ ഉണ്ട്. ബന്ധുക്കളടുത്ത് ആടിയെല്ലാം പോവാ. നമുക്ക് പിന്നെ അതൊന്നും ആകെ പോയി ഇവിടെ വീട്ടിൽ പോലെ. നമ്മളെ നമ്മളെ പറ ലീവുള്ള ദിവസല്ലേ മിസ്സിന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ? ആ ശരി, മോള് പോയിക്കോപ്പാ. ഓക്കെ ശരി. ഇനി നമ്മള് ഇന്നത്തെ ഫ്രണ്ടിന്റെ വീട്ടിലും പോലും ഹാപ്പി ബർത്ത്ഡേക്കുള്ള മുട്ടായ സമ്മാനം കൊടുക്കണ്ടേ? അതുകൊണ്ട് ബോക്സ് കൊടുക്കണം. ശരി ഓക്കെ, കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോ. ഓക്കെ കഴിഞ്ഞില്ലേ? പിന്നെ നമ്മളിവിടെ ഒരു സാധനം കാണിച്ചരാ. ഇത് കേട്ടെ, ചാമ്പക്ക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടേ. ഞാൻ ശരിക്കും കാണിച്ചുതരാം. നോക്കിയേട്ടാ, അടുക്കടുക്ക് അല്ല മമ്മി, ഇത് എല്ലാ പ്രാവശ്യങ്ങളിലും ഉണ്ടാകുമ്പോ ഒരുമിച്ച് ഉണ്ടാവും. എന്നിട്ട് എല്ലാം ഒരുമിച്ച് വീട് തീരും ചെയ്യും. ഇതാ ഇനിയിപ്പോ പറിച്ച് തിന്നലാ നമ്മളെ പരിപാടി. എടാ ആയില്ല, പറിക്കാനല്ല, ഞാൻ കുറച്ച് പറിക്കട്ടെ. എന്നാല് ഞാൻ പറിച്ചിട്ട് കാണിച്ചേ. നല്ല ഇതില്ലേ, ആപ്പിൾ ചാമ്പ എന്ന് പറയും. വണ്ണമുള്ള സാധാ ചാമ്പക്ക് ഭയങ്കര പുളിയാന്നല്ല. ഇതായിട്ട് പറിക്കില്ലെന്നോ മുകളിലെല്ലാം കാണുന്നുണ്ടോ? തൊടുമ്പോ തന്നെ വീഴുന്നുണ്ടോ? അങ്ങനത്തതാണ്, പഴുത്തതേ അങ്ങനെ വീഴൂ തൊടുമ്പോ തന്നെ. എന്താ വണ്ണം, അതൊന്നും ആയിട്ടില്ല. ഇതെല്ലാം പച്ചയാണ് കണ്ടോ. ഇതാ കുറച്ച് കിട്ടിയിട്ടാ പഴുത്തത്. നോക്കി അതിൻ്റെ കളർ നോക്കിയട്ടെ. ശരിക്കും ഇതുണ്ടല്ല, സാധാ നാടൻ ചാമ്പക്ക വെച്ചാൽ ഭയങ്കര പുളിയായിരിക്കുമല്ല. ഇത് പുളി എന്ന് പറയുന്ന സാധനമില്ല, ഒരു ഇളം മധുരമായിട്ട് ഭയങ്കര ടേസ്റ്റ് സാധനം. ഇത് ഞാനുണ്ടല്ല മറ്റേ ഇവിടുന്ന് ചെടിയെല്ലാം വെക്കുന്ന നടന്ന് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങുമ്പേ ഇതിൻ്റെ അത് കായ ഉണ്ടായി. എനിക്കൊന്ന് ഇതാ ഇത്രയായിട്ടുണ്ട് അതല്ലേ മമ്മി? എനിക്കൊന്നൊരു 4 കൊല്ലം മുമ്പ് ഈ ഒരു ലെവലിൽ വാങ്ങിയതാണ്. ഇതാ നിലത്ത് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ കോലം കണ്ട വളർന്ന് എത്തി നോക്കിയാട്ടെ. ഇനി അടുത്ത കൊല്ലത്തേക്ക് ഇതിനെ കട്ടിയും വളരെ ചാൻസ് ഉണ്ട് കേട്ടാ. പക്ഷെ ഈ ചാമ്പക്ക ഉണ്ടല്ല, പുളി കുറവാന്നല്ലേ? ഒരു മധുരം, നല്ല മധുരമില്ല, പക്ഷെ നല്ല വെള്ളമാണ്. നമ്മള് ഈ ദാഹിച്ചല്ലോ വന്നിട്ട് തിന്നുമുണ്ടല്ല അല്ലെ, തൊണ്ടല്ല നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട്. അത്രപ്പാട് വെള്ളം സംഭരിച്ച സാധനം. എനിക്കൊന്ന് ഈ ചൂടിന് തിന്നേണ്ട ഏറ്റവും നല്ല സാധനമാണ് ഇത്. പിന്നെ പൊതുവേ ഉണ്ടല്ലോ ഈ സീസൺ ഫ്രൂട്ട്സ് എല്ലാം നല്ലോണം കഴിക്കണം. കാരണം അറിയാം, നമ്മള് ആ സീസണിലെ ആ കാലാവസ്ഥക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്ന പഴങ്ങള് ആ സീസണിൽ തിന്നാല് നമുക്ക് ആ സീസണിലെ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മളെ പ്രകൃതി ചികിത്സക്കാർ റേഡിയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ടേ. ഞാനങ്ങനെ കേട്ടേ തന്നെ. നിങ്ങൾക്ക് അതിനെ പറ്റി വ്യക്ത കാര്യങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ ആപ്പിൾ ചാമ്പ ഇങ്ങനെ കിടക്കട്ടല്ലേ, കഴുകിയിട്ട് തിന്നാലേ? കഴുകിയിട്ട് തിന്നാ മതി, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ബാക്ക് ഉണ്ട് ഇതൊരു മാതിരി ഇതുണ്ടോ? ഇതിലുള്ള പുഴുണ്ടോ ഇതിന്റെ ഉള്ളിൽ? ഇഷ്ടാന്നാ? എന്നിട്ട് ആ തിന്നാണ്ട് കൊറേ നെൽത്തെല്ലാം വീണ് തീരുന്ന്. ആരാ മുറിച്ചെന്ന് എന്റെ മോക്ക്? ആരാ മുറിച്ചത്? മമ്മിയാ മുറിച്ചെടുത്ത? മുറിച്ചിട്ട് തിന്നാവും കേട്ടാ. അതെയാ? എല്ലാം എന്നാ ഇരിക്കുന്നു? സ്കൂളിൽ പോണ്ടേ?
സ്കൂൾ ലീവ് എന്തായിന്ന് ഇന്നാ ആ അറിയില്ല എന്റെ മിസ്സിംഗ് ഇല്ലേ മീറ്റിംഗ് ഉണ്ടാവും അതുകൊണ്ടാ ലീവ്. അതല്ല, ഇത് സാറ്റർഡേ ആയിട്ടാ. ഇതുവരെ അറിയില്ല. വലിയ പഠിക്കുന്ന കുട്ടിയാ പോലും. ശ്രുതി ഇവളെ സ്കൂളിൽ മിടിക്ക്. അയ്യേ ഇതിനൊന്നും അറിയില്ല. അനക്കറിയേ ഇല്ല, നാണക്കേട്. അയ്യയ്യേ പറ. പപ്പ ഇന്നലെ കുഞ്ഞിൽ സ്കൂളിൽ പോകുമ്പോ എത്രയെങ്കിലും മാർക്ക് വാങ്ങി ഞാൻ. ഇല്ല, പിന്നെ പാപ്പ 50-50 മാർക്ക്, 100-100 മാർക്ക്. പപ്പയില്ലേ പണ്ടൊക്കെ അന്നോട് പറഞ്ഞില്ലേ പപ്പക്ക് ട്രോഫി ഒന്നും കിട്ടിയില്ലാന്ന്. അത് പപ്പ വീഡിയോയില് വെറുതെ പറഞ്ഞു. അതെ 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 നല്ല നോട്ട് ചെയ്ത് വെച്ച സാധനം. അതിന് അച്ഛനെന്ത് ട്രോഫി കിട്ടിയ പറഞ്ഞട്ടെ. എടിയാ ട്രോഫി? എന്തിന്റെ ട്രോഫിയാന്ന്? പഠിച്ചതിന്റെ അല്ലല്ലോ. പിന്നെന്തിനാ? ഡാൻസ് കളിക്കാനാ? ഓ അതൊന്നും വലിയ പണിത്. പഠിച്ചിട്ട് ട്രോഫി വാങ്ങും, അതാണ് അടിപൊളി. പഠിപ്പില്ല. സാറ്റർഡേ അറിയാത്ത പെണ്ണ്. സാറ്റർഡേ അറിയാത്ത പെണ്ണ്. അയ്യോ പപ്പേനെ അടിക്കല്ലപ്പാ, വേറെ എടുക്കല്ലേ പപ്പക്ക്. മിണ്ടാണ്ടിരുന്നതല്ലേ? ആരാന്ന്? എന്നാന്ന്? അമ്പോ പപ്പേനെ അടിച്ചിട്ട് മസിലായി. നമ്മളെ സ്വപ്നം കണ്ടില്ല അപ്പല്ലേ ഞാൻ ഇങ്ങനെ ആക്കി നോക്കുമ്പോല്ലേ അങ്കിണ്ടല്ല ഇങ്ങനെ പപ്പയെ പോലിച്ച ബോഡി വലിയ മസില സ്വപ്നത്തില്. ഇപ്പളേ ബോഡി ബിൽഡർ ആവുള്ള പരിപാടിയാ. അരെ മോനാ ആ ഓനെന്തോ ഇരുമ്പങ്ങാനൊന്ന് ഓൻ ലോക്കായി കളി. തല്ലാൻ വരും ഓടിക്കളി അല്ലേ കള്ള. ഇത് നോക്കിയട്ടെ, നമ്മളെ മുറ്റത്ത് മാങ്ങ ഉണ്ടായിട്ടുണ്ടേ. നോക്കിയട്ടെ, നല്ല ഉണ്ണി മാങ്ങ അല്ലേ മമ്മി? വലുതായി വരുന്നുണ്ടല്ലേ. ഇത് മറ്റേ ഒട്ടല്ലേ, സാധാ മാങ്ങയാന്നേ. അപ്പൊ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അടി ഉണ്ണി മാങ്ങ ഇട്ടാ നോട്ട്. നീ മാങ്ങ കാണുന്നുണ്ടാ? എടുത്തു. അയ്വാ ഇതാണ് നമ്മളെ ഉണ്ണി മാങ്ങ. ഉണ്ണി മാങ്ങ തിന്നാറേ എനിക്ക്. ബാ കാണിച്ചുതരാം. ഉണ്ണി മാങ്ങേ നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ തിന്നാറേ ഞാൻ കാണിച്ചുതരാം. ആദ്യം ചെനയുള്ള മാങ്ങ. അത് നമ്മൾ വലിയ മാങ്ങയെങ്കിൽ ചുവരിനെ വരക്കുക, ഈ മാവിനെ വരച്ചിട്ട് കളയുക. ഇതിപ്പോൾ ഉണ്ണിയല്ലേ, കടിച്ചു തുപ്പണം. ചെനയായ പൊള്ളുക. ചെന കുറച്ചായി ചെറുങ്ങനെ ഉണ്ട്. നോക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ തോലുണ്ടല്ലോ, തോലിങ്ങനെ കടിച്ച് കടിച്ചിട്ടാ കളയാട്ടാ. ചെറുപ്പത്തിലല്ല കഴുകുന്ന പരിപാടി ഒന്നുമില്ല. സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോൾ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തിന്നത്. എനിക്കാ നല്ല പുളിയുണ്ട്. പുളിയും മാങ്ങയാ പഴുത്താ മധുരമുള്ളത്. നമ്മള് പപ്പക്കായ് വാങ്ങിയാന്ന് പച്ചതുണ്ട്. നല്ല സുണ്ണി മാങ്ങ ഭയങ്കര ഇഷ്ടാ. അത് നമ്മുടെ പറമ്പിലുണ്ട് പപ്പക്കായ് മാങ്ങ. പക്ഷെ അത് വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ, എല്ലാ കൊല്ലവും ഉണ്ടാവില്ല. സത്യം പറഞ്ഞ പഴയ നൊസ്റ്റാൾജിയ. ചെറുപ്പത്തില് നമ്മളിങ്ങനെ ചെറുപ്പത്തില് ഞാനിങ്ങനെയൊന്നുമല്ല കേട്ടാ. ഏതാണ്ട് തോലെല്ലാം കളഞ്ഞ് ഈ ഒരു പരിവായേ. എന്നിട്ട് എന്താ അവിടെ അറിയുക, ഇത് നടുക്ക് ഇങ്ങനെ കുത്തൻ വെച്ചിട്ട് ഒരു കടിയാ. എന്നിട്ടാ പ്രക്കാന്ന് പറഞ്ഞിട്ട് പൊട്ടല വിട്ടു നോക്കിയാ. ഓ ഇതാണ് പഴയ അതേ സ്റ്റൈല്. നോക്കിയട്ടെ. എന്നേരോ ഇതിൻ്റെ ഉള്ള കണ്ടാ. ഇതാ ഈ സാധനം കണ്ടാ. ഇതാണ് മാങ്ങേൻ്റെ കൊരട്ടെ. എന്നിട്ട് ഇതിങ്ങനെ എടുക്കൂ. എന്നിട്ട് ഒരു ഞെക്കലുണ്ട്. എങ്ങനെ പോവാ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ എന്താപ്പാ ആനയാണോ കുതിരയാണെന്നും ചോദിക്കൂ. അപ്പോൾ ഇങ്ങനെ ഞെക്കുമ്പോൾ നല്ലോണം തെറിച്ചിൻ്റെ കുതിര, ചെറുങ്ങനെ ആക്കിണ്ട ആന. ശ്രുതി പറ, ഇത് ആനയാണോ കുതിരയാണോ? ഇത് ആന. ആനയാ? കുതിര തെറിച്ചില്ലേ? ഇതാ അത് കുതിര കേട്ടാ. ഇങ്ങനെയാണ് നമ്മളെ ചെറുപ്പത്തിൽ തിന്നലും കണ്ട ഈ സാധനം കണ്ടാ. നോക്കിയാ, ഇത് വീട്ടിലാണെങ്കിൽ ഉപ്പ് വരക്കി തിന്നും, ഇല്ലെങ്കിൽ കടിച്ചു. ഇത് നല്ല പുളി. പുളി കട്ടിയായത് എന്നൊക്കെ നോക്കിയോ. പുളിയുണ്ടാ? തുപ്പാൻ വേണ്ടി പാചാത് തുപ്പി തുപ്പിയ പപ്പേന്റെ മാങ്ങ, പപ്പേന്റെ ഉണ്ണി മാങ്ങ. മമ്മി ഒന്ന് നോക്കിയട്ടെ, തിന്നാട്ടെ കാണട്ടെ. മമ്മിക്ക് പുളിയ മാങ്ങ
തിന്ന് അത്ര പൊളിയൊന്നുമില്ലപ്പ അത്ര പൊളി വെറുതെ ആക്ടിങ് ഉണ്ടാ ആ മുഴുവൻ തിന്നട്ടെ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഉപ്പും മുളകും വെളിച്ചെണ്ണയാ ഇന്ന് അച്ചാറിടില്ല ഇത് മുറിച്ചിടാം ഉപ്പിടുക മുളകിടുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മിക്സ് ആക്കി തിന്ന് നോക്ക് ഭയങ്കര ടേസ്റ്റ് അന്നേരം പുളിയൊന്നും അറിയില്ല. അച്ചൂട്ടാ മോക്ക് ഇഷ്ടായിനോ ഇല്ല സത്യം പറ. സത്യം നമ്മൾ സത്യം പോലെ പറയും ആരും പേടിയില്ല. എന്തായാലും അമ്മേ ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു സാധനം കാണിച്ചിട്ടില്ല. നമ്മളെ വീട്ടിലെ ഓറഞ്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഇതാ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടേ. ഇത് എന്നാ സാധനം ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് കാണുന്നില്ലേ പുളിനാര? നീ കണ്ടില്ലേ ഇത്? ഇതാ പുളിനാരങ്ങ പോലത്തെ ഒരു സാധനം. ഇതിന്റെ ഇല ഉണ്ടേ, ഇല മറ്റേ മാതളി നാരങ്ങേന്റെ ഇലയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഉണ്ടായ കായ ഉണ്ടാ പുളിനാരങ്ങേന്റെ അതേ വലുപ്പത്തിൽ. നമ്മൾ മുകളത്തെ ഓറഞ്ച് ഇങ്ങനെയല്ല കേട്ടാ. മുകളത്തെ ഓറഞ്ച് ചെറുതിലേ ഒരു ഓറഞ്ച് ലുക്കാണ്. ഇത് ശരിക്ക് പുളിനാരങ്ങ ലുക്ക്. നമ്മൾ ശരിക്കും ഇന്റർലോക്ക് ചെയ്യുമ്പോൾ മമ്മി ഇതെല്ലാം പൊരിച്ചളയാന്ന് വെച്ചാന്നേ. ആ സമയത്ത് അമ്മ പറഞ്ഞാ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക തരം കായ് നോക്കുമ്പോൾ ശരിക്ക് പുളിനാരങ്ങേന്റെ കായ്. അതുകൊണ്ട് കൊത്താണ്ട് വെച്ചിന് നാരങ്ങനാണോ തന്നെയാ? എന്തായാലും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. നോക്കിയേട്ടെ, ഇവിടെ ഒരു കായ് ഉണ്ട്. ഇതായിട്ട് ഇങ്ങനെ കൊലകല്ല. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും നാളുണ്ടായിട്ട് പൂത്തിട്ടില്ലേ? നമ്മൾ ഇൻഡോർ ലോക്ക് ഇട്ടിട്ട് അല്ലേ ഇത് കൊത്തണം എന്ന് പറഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇന്റർലോക്കിന്റെ പണിക്കാർ വന്നേ. അപ്പോൾ ഇത് ചെറുങ്ങനെ പൂത്തിത് ചെറുങ്ങനെ കായ് ഇങ്ങനെ വന്നപ്പോൾ അത് കാണുന്ന സാധനം. ഇല്ലെങ്കിൽ ഈ കായ് നമ്മൾ കാണൂലായിരുന്നു അല്ലേ മമ്മി? സാധനമായിരിക്കും നോക്കാം നമുക്ക്. എന്തായാലും അടിപൊളി തന്നെ അല്ലേ? അപ്പോ ഇന്ന് രാവിലത്തെ ചെറിയ വിശേഷങ്ങൾ അല്ലേ മമ്മി? അത്രയേ ഉള്ളൂ. പിന്നെ നല്ല വിശേഷം അച്ചൂട്ടിന് ഇന്ന് സ്കൂളിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ബോറടിയോടടിയായിരിക്കും ലച്ചു. എന്നാ ചെയ്യാ ബോറടിക്കുമ്പോ? പപ്പന്റെ പിന്നെ ഷോപ്പിലേക്കല്ലേ? എന്നാണ് നമ്മളപ്പുറം ഒരു ഹോട്ടലുണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 3 പഴംപൊരി ആള് തിന്ന്. ഇപ്രാവശ്യം പഴംപൊരി എന്നാ വരേണ്ട പരിപാടി. അത് പിന്നെ വേറൊരു പരിപാടി ഉണ്ടെന്ന് വളർന്നറിയാ. ഷോപ്പിൽ വന്നിട്ട് പപ്പന്റെ പേഴ്സ് പിന്നെ ഷോപ്പിലെ ബലൂണെല്ലാം അടിച്ചു മാറ്റില്ലാതെ പെന്നെല്ലാം അടിച്ചു മാറ്റില്ലാതെ അടുത്ത പരിപാടി അല്ലേ? എന്നിട്ട് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കല്ലേ അച്ചു? ഇങ്ങനെ ഇവിടെ നിറഞ്ഞ് ഫ്രണ്ടിന് ഗിഫ്റ്റ് എടുക്കണം മറ്റേ കുറെ വാങ്ങേ. എന്റെ അവള് ഫ്രണ്ടിന് കൊടുക്കുമല്ലേ? അതുകൊണ്ട് മക്കളെ ഷോപ്പിലൊന്നും ഇപ്പൊ ഞാൻ ഒന്നും എടുക്കാൻ പറ്റില്ല. 3 ആളും വന്നിട്ട് പോക്കറ്റ് അറിയ എടുത്തിട്ടാ വരിക. എന്റെ വീട്ടിട്ട് നശിപ്പിക്കുക. ആയിക്കോട്ടെ കേട്ടാ. ഏതായാലും മമ്മി അത് പിന്നെ അവസാനിപ്പിക്കല്ലേ. അപ്പോ നമ്മളെ വീട് ഒന്നുകൂടി കാണിച്ചു തരാം. കുറെ ആള് പറഞ്ഞേ നിങ്ങളെ വീടെന്താ മാറ്റാത്തേ. സംഗതി വേറൊന്നുമല്ല, ഇത് പഴയൊരു തറവാട് വീടാണ്. അപ്പോ നമ്മളെല്ലാരും ചെറുതിലേ ഉള്ള വീടാണ്. പിന്നെ അച്ഛനിത് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള വീടാണ്. അപ്പോ അച്ഛന് ഇത് പൊളിക്കുന്നൊന്നും താല്പര്യമില്ല. പിന്നെ നമുക്കും അല്ലേ മമ്മി ഇതിലിങ്ങനെ താമസിക്കാൻ വേണ്ടി ആ ഒരു സുഖമുണ്ട്. എന്തായാലും നോക്കിയിട്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് വലുതാകുമ്പോ ആ ഒരു സുഖം കിട്ടൂലെന്ന് തോന്നുന്നു അല്ലേ മമ്മി? വലുതാകുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഒരു വൈബ് കിട്ടൂല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്ന കേട്ടാ. ഇനി വലുതാക്കണം എന്ന് തോന്നുന്നൊരു കാലത്ത് ആക്കാന്ന് വിചാരിക്കുന്ന കേട്ടാ. ഒരുപാട് ആള് കണ്ടു വന്ന് വൈജോട്ടന്റെ വീടെന്താ തീരെ ചെറുതായിപ്പോ. ഇവിടെ ഞാനും എന്റെ 3 മക്കളും അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വീട് ധാരാളം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, ഏതായാലും മമ്മി അല്ലേ ഇന്നത്തെ വിശേഷം ചെറിയ വിശേഷം ഇടാ നമുക്ക് മതിയാക്കാം. ഇതാ ഓടി വന്നോണ്ട് മുകളിൽ നിന്ന് കേട്ട കരിവാളിച്ചിട്ട് മമ്മിയെ പൗട്ടൊന്നും ഇട്ടില്ലേ മമ്മി ഇന്ന്? എന്നാ പിന്നെ ശരിയല്ലോ മമ്മി. ഓക്കെ അച്ഛട്ടാ ബൈ ബൈ പറയല്ല. ബൈ ബൈ.